ഇന്ന റബ്ബ് ഒരിക്കലും വഷളാക്കൂല. ഞാൻ മുഅ്മിനാണ്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് മേലെ. വഅൻതുമുൽ അഅലൗന, നിങ്ങൾ ഏറ്റവും മേലെയാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അങ്ങനെ തന്നെ. ഇതിന്റെ ഒരു കമ്മിയാണ് മനുഷ്യനെ എന്ത് തിന്മക്കും പ്രേരിപ്പിക്കുക. എന്താ പലിശ കൊടുക്കാൻ കാരണം? ഗൾഫ് പോയി 4 കൊല്ലം നിന്നു, അങ്ങനെ 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കി. പിന്നെ ഇവിടെ വന്നു. പിന്നെ 10 ലക്ഷം ഉറുപ്പ്യ എന്ത് ചെയ്തു? ബാങ്കിലിട്ടു. ഉദാഹരണം പറയാം, ബാങ്കിലിട്ടു. മാസം മാസം അതിന് എന്ത് കിട്ടും? ഒരു പലിശ കിട്ടും. ആ പലിശ 10 ലക്ഷം ഉറുപ്പ്യൻ്റെ പലിശ എത്ര ഉണ്ട് മാസത്തിൽ? ഒരു 5000 ഉറുപ്പ്യ കൂട്ടിക്കളി. ഞാനൊരു ഉദാഹരണം പറയണം. ആ കഥ എനിക്ക് അറിയൂല. അങ്ങനെ കിട്ടാൻ 5000 ഉറുപ്പ്യ ഉണ്ട്. ആ 5000 ഉറുപ്പ്യ മാസം മാസം അങ്ങനെ കിട്ടും. ഇതും കച്ചവടത്തിനൊന്നുമില്ല. പലിശ കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ടു. എന്തുകൊണ്ട്? കച്ചവടത്തിന് ഇട്ടാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. പലിശ കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ടാൽ ആ 10 ലക്ഷത്തിൽ ഉറപ്പുണ്ട്. റബ്ബേ, എന്റെ ഭാവിയുള്ള ജീവിതം ഹൈറാക്കണേ, ഇതിൽ കമ്മി വരരുതേ. ഇനി എനിക്ക് ഗൾഫ് പോകാനോട്ട് കഴിയൂല, താടിയൊക്കെ തലയിൽ നരച്ച്, ഇനി നടക്കൂല, ഇനി ഇത് ഒപ്പിച്ച് തൂട്ടി തരണേ എന്നോ ദ്വാർക്കണൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഉറപ്പില്ല. അപ്പോഴും അവൻ യഥാർത്ഥ മുത്തവക്കിലല്ല. യഥാർത്ഥ മുത്തവക്കിലല്ലെങ്കിൽ യഥാർത്ഥ മുഅ്മിനല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. തന്റെ കയ്യിൽ കിട്ടിയതിൽ ഏറെ ഒരു സമാധാനം റബ്ബിനെ ഏൽപ്പിച്ചതിൽ സമാധാനം വരുന്നുമില്ല. അപ്പോൾ അവൻ റബ്ബിനെ യഥാർത്ഥമായി വിശ്വസിച്ചിട്ടില്ല. അതിന് പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം? അതെങ്ങനെ ഉണ്ടാക്കും? അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിന് 100,000 വിധമുണ്ട് അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം. പൈസ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ദിവസം അവിടെ ഒരാൾക്ക് നിപ്പ ബാധിച്ചു, കണ്ടെയ്ൻമെന്റ് സോണാക്കി. മനസ്സിലായില്ല? വിവരം അവിടുന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്തു. പിന്നെ കുഞ്ഞുമുഹമ്മദ് ഇജ്ജ് വരണ്ടട്ടാ, ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണാണ്, നമുക്ക് ഇനി 16 ദിവസം ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണായിരിക്കും, ഇങ്ങോട്ട് വരണ്ട, പോലീസ് പിടിക്കും. നട്ടപ്പാതിരക്ക് ഇന്നലെ ദ്വാർന്നിരുന്നു, പഠിച്ചവനെ 200 ഉറുപ്പ്യ കൊടുക്കാണ്ട് ജയിന് പരിഹാരം ഉണ്ടാക്കണം. 100 ഉറുപ്പ്യ എന്റെ കയ്യിൽ ചെന്ന് എത്തിച്ചെന്നിട്ടുണ്ട്, ബാക്കി 100 എന്റെ കയ്യിൽ തന്നെയാണ്. അടുത്ത ആഴ്ചയാണെങ്കിൽ 10-15 ഉറുപ്പ്യ വരാനുണ്ട്. ഉറപ്പായിട്ട് പൈസ അവിടുന്ന് വിട്ടിട്ടുണ്ട്, ഇവിടെ എത്തിയില്ലാന്നേ ഉള്ളൂ. ഒരു 15 ഉറുപ്പ്യ 4 ദിവസം കഴിഞ്ഞാൽ വരാനുണ്ട്. ഇന്നാണെങ്കിൽ മീൻ വാങ്ങാനുള്ള പൈസ കയ്യിലില്ല. എങ്ങനെ മീൻ വാങ്ങുമെന്ന ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞത്, എന്താണ് അവിടെ കണ്ടെയ്ൻമെന്റ് സോണാണ്, ഇവിടെ വരണ്ടാന്ന്. അപ്പൊ മീൻ വാങ്ങാൻ ബുദ്ധിമുട്ടൂല. 10,000 ഉറുപ്പ്യ ഏതായാലും ഈ ആഴ്ചകളിൽ കിട്ടണുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ല? അപ്പൊ പരിഹാരം ആരാ ഉണ്ടാക്കിയത്? നിനക്ക് വേണ്ടിയിട്ടാണോ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയത്? അതൊന്നും എനിക്കറിയില്ല, എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അവിടെ കത്രീന ചുഴലിക്കാറ്റുണ്ടായി. ഈ ഒരാൾക്ക് അവിടെ പൈസ കൊടുക്കാനുള്ളത് കൊണ്ടാണോ കത്രീന ചുഴലിക്കാറ്റുണ്ടത്? അതറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു ആബിദിനെ സംബന്ധിച്ചിടത്തോളം ആബിദിന്റെ വക്കീൽ ആരാണ്? അല്ലാഹുവാണ്. ഇതിൽ എവിടെയെങ്കിലും ഒരു കമ്മി വന്നാൽ അവന്റെ ഉള്ളിൽ പിശാച് കയറും. പിശാച് എരച്ച് കയറാൻ നോക്കിക്കോ. വളരെ ചിന്തിക്കണം. എന്റെ കയ്യിൽ കിട്ടിയ കൊടുക്കണമെന്നോ വലിച്ചെറിയണമെന്നോ ഒന്നുമല്ല. എന്റെ റബ്ബ് എന്നെ വഷളാക്കൂല, എന്റെ റബ്ബിനെ വഷളാക്കൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് പറയാം, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു അയ്യുഹൽ അബ്ദു യക്ഫീക മിനൽ ജഹ്ലി. അള്ളാഹുവിനെ കുറിച്ച് നീ ജാഹിലാവുക എന്നതിന്, അള്ളാഹുവിനെ പറ്റി ജാഹിലാവുക, അള്ളാഹുവിനെ പറ്റി ജാഹിലാവുക, അതൊരു മുഅ്മിൻ ഉണ്ടാകാനേ പാടില്ല. മുഅ്മിൻ അള്ളാഹിനെ പറ്റി ജാഹിലാവൂല. സ്കൂളിലെ വിഷയത്തിൽ ജാഹിലാവും, തോറ്റ്. പിറ്റേ കൊല്ലം എഴുതി, അന്നും തോറ്റ്. SSLC 10 തോറ്റ് ആയിക്കോട്ടെ, പക്ഷെ അള്ളാഹിനെ കുറിച്ച് ആരിഫായിരിക്കും മുഅ്മിൻ. സ്കൂളിൽ തോൽക്കും, മദ്രസയിൽ തോൽക്കും, അള്ളാഹുവിനെ പറ്റിയുള്ള വിവരത്തിൽ തോൽക്കൂല. തോറ്റിട്ടില്ല, തോൽക്കൂല. അതേ സമയത്ത് സ്കൂളിൽ ജയിക്കും, അള്ളാഹിനെ പറ്റി അറിയില്ല. മദ്രസയിൽ ഫസ്റ്റ് റാങ്കാണ്, അള്ളാഹിനെ പറ്റി അറിയില്ല.
അള്ളാഹ് മദ്രസയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആള്, 1-ാം നമ്പർ റാങ്ക് നേടിയ ആള് പിന്നീട് ഒരുത്തൻ്റെ ഒപ്പം ചാടിപ്പോയി. ഒരു പെൺകുട്ടി, ബാപ്പന്നെയാണ് എന്നോട് പറഞ്ഞത്. 10ാം ക്ലാസ്സിലെ മദ്രസയിൽ ഫസ്റ്റ് റാങ്കാണ്, മദ്രസയിൽ ഏറ്റവും ഫസ്റ്റ് ഓളാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. റമളാനിൽ 3 ഖത്തം തീർത്തിട്ടുണ്ട്. ശവ്വാലിൽ അവളെ കാണാനില്ലേ. പിന്നെ അവളുടെ കൂടെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ദാസൻ എന്ന ഒരാളോട് കൂടെ പാലക്കാട് നിന്ന് ആരോ കണ്ടുപിടിച്ചു. പാലക്കാട് നിന്ന് കണ്ടെത്തിയപ്പോൾ കോടതിയിൽ ഹാജരാക്കി. ജഡ്ജി തന്നെ ജഡ്ജ്മെന്റ് മുമ്പ് കൗൺസിൽ ചെയ്തു, മോളെ നിന്റെ ഉപ്പ തന്നെ നല്ല കല്യാണം നടത്തും, നീ ഒരാഴ്ച ദാസന്റെ കൂടെ കഴിഞ്ഞതിന് വിഷമിക്കൊന്നും വേണ്ട, വാപ്പാക്കതിന് കഴിയും. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണല്ലേ. നിന്റെ മോള അവരെ വീട്ടിലേക്ക്, നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ. അവരെ സംസ്കാരം നിന്റെ സംസ്കാരം രണ്ടാണ്. നിനക്ക് ആ വീട്ടിൽ പോയാൽ ക്ഷമിക്കാൻ കഴിയില്ല. കാരണം നീ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നതല്ല, വേറെ സാഹചര്യത്തിൽ വളർന്നാണ് മോളെ. ആര് പറഞ്ഞു? വക്കീല് പറഞ്ഞു, ദാസനെ പേര് അല്ല ജഡ്ജി പറഞ്ഞു, കൗൺസിൽ ചെയ്തിട്ട്. ജഡ്ജി തന്നെ ദാസനെയും കൗൺസിൽ ചെയ്തു. ദാസനോട് പറഞ്ഞു, ദാസ എന്താ ഇതിന്, വേറെ മതത്തിൽപ്പെട്ട പെണ്ണല്ലേ, എന്തിനാണിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് നിന്റെ സമുദായത്തിൽ നല്ല കുട്ടികൾ കിട്ടൂലേ? അപ്പോൾ ദാസൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ തീരുമാനിക്കും പോലെ, എനിക്കൊരു പ്രശ്നമില്ല, അവൾ തീരുമാനിക്കും പോലെ ഞാൻ ഓക്കെ. അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ മൗനസമ്മതമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി. അത് കഴിഞ്ഞു, കോടതിയിൽ കൂട്ടിൽ കയറ്റി. അപ്പോൾ പറഞ്ഞു, ദാസേട്ടന്റെ കൂടെ ഞാൻ പോവുള്ളൂ. ഉമ്മ കരഞ്ഞ്, ഉമ്മയും ബാപ്പയും കരഞ്ഞ്, ഉമ്മ ബോധം കെട്ട് ആശുപത്രിയിൽ വീണു, എന്താ പറയാ കോടതിയിൽ വീണു. അവക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഇത്താത്ത കുപ്പായം വലിച്ചു കീറി, പോകല്ലേ മോളെ. ഇവളാരാ? 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിയാളാ, അതായത് ആ മദ്രസയിലെ 1-ാം നമ്പറാണ്. അപ്പൊ എന്താ അവിടെ വിഷയം? എല്ലാം ഉണ്ട്, ആരറിഞ്ഞില്ല. റാങ്ക് വാങ്ങിയതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞോളണമെന്നില്ല, മദ്രസയെ തോറ്റതുകൊണ്ട് അള്ളാഹിനെ അറിയാതിരിക്കും എന്നുമില്ല, മദ്രസയിൽ പഠിപ്പിച്ച മൂല്യർക്ക് എന്നെ അറിഞ്ഞോളണം എന്നുമില്ല. മൂല്യർക്ക് രാവിലെ ചായയും കടിയും കൊടുത്തേക്കുന്ന പെണ്ണിന് അള്ളാഹിനെ നല്ലോണം അറിയും. ആ ചായ കുടിക്കുന്ന മൂല്യർക്ക് അള്ളാഹിനെ അറിയില്ല. 40 കൊല്ലം ആ മദ്രസയിൽ ജോലിയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും മൂല്യരെ കുറ്റോ പെണ്ണിന്റെ കുറ്റോ അല്ല. അള്ളാഹുവിനെ അറിയുക എന്നത് ഒരു തൗഫീഖ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിയാ തൗഫീഖിന് നമ്മളെ കേറി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله. ഇപ്പൊ എവിടുന്ന അപ്പം പറഞ്ഞോളെ, ഇങ്ങനെ 100 കൂടിയും കിട്ടാം. എവിടുന്ന് കിട്ടാനാ 100 റുപ്യ? മൂപ്പര് തഹസീൽ ചെയ്തിയ കാസിമിയാണ്, വലിയ വാക്കവിയാണ്, കാസിമിയാണ്. അപ്പോൾ ഓള് പറഞ്ഞു, ഓള് 4ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചിട്ടുള്ളൂ, അതൊന്നും സാരല്ല, ആ 100 തന്നറപ്പം മറ്റേ 100 തരും, നിങ്ങൾ ബേജാറുണ്ടാക്കി നിങ്ങൾ ആ ചായ ഒന്ന് കുടിക്കും. എനിക്ക് ചായ 10 മണിയാകാനായി, മോനെ 200 റുപ്യ കൊടുക്കാനുള്ളത്. അപ്പോൾ മനുഷ്യന്മാരടിച്ച് വഷളാക്കും. നിങ്ങളൊന്നും ഉണ്ടായിരിക്കും മനുഷ്യ. 4ാം ക്ലാസ്സിലുള്ള ഓൾക്ക് തുമ്മായി നിന്നെത്തുണ്ട്. കാസിമി ബിരുദം വാങ്ങിയിട്ട് 25 കൊല്ലം കഴിഞ്ഞാൽ മൂപ്പർക്ക് തുമ്മാൻ കിട്ടുന്നില്ല. എന്താ കാരണം? മൂപ്പര് നിസ്കരിക്കണില്ല. നിസ്കരിക്കണം. മൂപ്പര് ഇന്നലെ രാജ്യത്ത് 25 റക്അത്ത് നിസ്കരിച്ചിരിക്കണല്ലോ. അതിന് കാട്ടിക്കൂട്ടുകയെന്നറിയും, നിസ്കാരം എന്നറിയില്ല. തവക്കുലില്ലെങ്കിൽ നിസ്കാരമാവില്ല. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ.
إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين. سبحان الله سبحان الله. إن إذا سورة മോനെ ഏതാ സൂറത്ത്? മുദ്ദസ്സിർ അല്ല, لا മുദ്ദസ്സിർ അല്ല, മാരിജ്. ഓക്കെ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുഅ. എത്ര നമ്പർ നോക്കാം? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين. الذين هم من صلاتهم أداورتان الذين هم على صلاتهم دائمون. ഒന്നുമുതിൻ്റെ കൂടെ മാരിജ് 19 മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. أعوذ بالله من الشيطان الرجيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ഖുലിഖ മനുഷ്യനെ പടച്ചിട്ടുള്ളത് ഹലുവാൻ ഒരു വെപ്രാളിയായിട്ടാണ്. വെപ്രാളം അടുത്ത നൂറ് എവിടുന്നാ കിട്ടും? വെപ്രാളം. വെപ്രാളം നാസ്ത തിന്നുമ്പോ നീ ഉച്ചക്കത്തെ കാര്യം എവിടെയാണ്? അല്ലാഹു അഅലം. നാസ്തപ്പ എന്താണ് പറ? രണ്ടാമത്തെ പൊറാട്ടി, മൂന്നാമത്തെ പൊറാട്ടി, നാലാമത്തെ പൊറാട്ടി ഇങ്ങനെ വെച്ച് ചീന്തി കറിയും പറഞ്ഞിങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് എന്താ പറയണത്? അല്ലാഹു അഅലം. നീ ഉച്ചക്കല്ല എവിടെയാ വിധിച്ചിക്കണത്? അല്ലാഹു അഅലം. അല്ലാഹു അയിനിന്റെ ആ കട്ടീനെ കണ്ടാ തോന്നും വലിയ മൂമിനാണ്. അല്ലാഹു അഅലം. എന്താ മുണുങ്ങ? ഇതാണ് ഹലുവ. ഒരു വെപ്രാളം. നീ ഉച്ചക്കത്തെ എവിടെയാണോ? നീ ഉച്ചക്ക് നല്ല കരിമീൻ പൊരിച്ചതും മറ്റും കൂട്ടി തിന്ന അപ്പൊ പറയാണ് എന്ത്? വൈകുന്നേരത്തെ എവിടെയാണാവോ? മനസ്സിലായില്ലേ? വെപ്രാളം. അവന്റെ ലാഭത്തിന് വെപ്രാളം. ഇതാ മസ്സഹു ശർറു ജസുഅ. ഒരു ഷർറ് വന്നാൽ അവൻ വളരെ ക്ഷമകേട് കാണിക്കും. ഒരു സുഖമില്ല, ഒരു റാഹത്ത് പേരിലില്ല. ഭർത്താനും മുഖമൊക്കെ ഒരു കോലത്തിലായി പേരിൽ വന്ന് കയറി. ഇപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്നുണ്ട്, മര്യാദക്ക് സലാം മടക്കില്ല. അതിന്റെ സലാം പക്ഷെ തലേ കത്തി നടക്കുക. തലേ കത്തലില്ലാതാക്കാനല്ലേ കാക്ക അസ്സലാമു അലൈക്കും പറഞ്ഞ് കള്ളാന് സമാധാനം ഉണ്ടാട്ടെ നല്ല അപ്പണ്ണ് പറഞ്ഞിട്ടുള്ളൂ. ജീവ മനുഷ്യനെ തലേ കത്തി നടക്കണം നേരത്തെ അതിന്റെ ഒരു സലാം. മനസ്സിലായില്ല? ഒരു സുഖമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നു ഒന്ന് കാര്യം. കഴിഞ്ഞ ആഴ്ച വീടിൽ കൊടുത്ത് പച്ചക്കറിന്റെ പൈസ വാങ്ങാൻ വേണ്ടി ചെന്നതാണ്, അത് കിട്ടിയില്ല. അതാണ് പ്രശ്നം. പൾസ് സൊസൈറ്റി പോകുമ്പോൾ പൾസ് സൊസൈറ്റിന്ന് ഇന്ന് ഈ ആഴ്ച പൈസ ഇല്ല, അടുത്ത ശനിയാഴ്ച എടുക്കാന്ന് ഇവിടുത്തെ സൊസൈറ്റിന് സെക്രട്ടറി പറഞ്ഞു. അതാണ് അവന്റെ പ്രശ്നം. അടുത്ത ആഴ്ച കിട്ടും, പ്രശ്നമില്ല. എന്നാലും അവന് ഒരു സുഖം. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നു. എപ്രാളം.
ഇദാ മസ്സഹു ശർറു ജസൂഅ, ഒരു ഷർറ് വന്നാൽ അവൻ അക്ഷമ കാണിക്കും. ഇദാ മസ്സഹുൽ ഖൈറു മനുഅ, ഖൈർ വന്നാലോ മനുഅ, ഖൈർ കിട്ടിയാലോ മനുഅ. അതായത് ഇന്നത്തേക്ക് 500 വേണം, ഒരു 400 വരെ, ഇന്ന് 500 മതി, അതിൽ 400 ഉണ്ടായാലേ 10 രൂപ പെട്ടിയിടുള്ളൂ. ഇങ്ങനെ തിരിഞ്ഞളിച്ചുകൊണ്ട് നടക്കും. പൂച്ചക്ക് മറക്കരിക്കാൻ മുട്ടിയാൽ പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. ഒരു 10 രൂപ പെട്ടിക്കാൻ ഇടൂല. ഒരു 500 ആവശ്യം എന്നുള്ളൂ. എന്നാലും 400 അട്ടിമലട്ടി ഉണ്ടായാലേ കൊടുക്കുള്ളൂ. അതിനെ കൊടുക്കാനും അപ്പം പെട്ടി അവിടെ നിന്ന് എടുത്ത് പോകും. അപ്പഴത്തിന് പിന്നെ എന്തായി, പിന്നെ പെട്ടിനെ എടുത്ത് അവിടെ നിന്ന് കൊണ്ട് എല്ലാവരും ഇട്ടു വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ബിൽറ്റ് മറ്റേ എന്താ പറയാ, സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ബിൽറ്റാണ്. ആ ബിൽറ്റ് മലേഷ്യന്റെ ബിൽറ്റ് ഇങ്ങോട്ട് കാട്ടിച്ച് അങ്ങോട്ട് ബിൽറ്റാണ് കിട്ടിയില്ല. ബിൽറ്റിന്റെ ഒരു നൂല് അങ്ങോട്ട് കുടുങ്ങി. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട്. അവസാനത്തെ ആളും പള്ളിയിൽ നിന്ന് പോയാലും മുക്രിക്കാക്കാന്റെ പിന്നെ മുമ്പിൽ പൈസ ഇടാൻ കഴിയൂല. അപ്പൊ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ലേശം ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ കിട്ടാല്ല, നോട്ട് കീറും. അപ്പൊ ബാക്കിയുള്ള ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ചിന്തിക്കുണ്ടെങ്കിലും കൊടുക്കൂല. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് ഈ സ്വഭാവങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നിസ്കാരക്കാർക്ക് വെപ്രാളം ഉണ്ടാവില്ല. നമുക്ക് നിസ്കാരമുണ്ട്, വെപ്രാളമുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് നിസ്കാരം ഇല്ല. ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ. അടുത്ത ആയത്ത് നോക്ക്. الذين هم على صلاتهم دائمون. അവരെ സലാം വീട്ടിയാലും നിസ്കാരത്തിൽ നിലനിൽക്കും. ഇതാണ് വർത്താനം. അല്ലദീന, എങ്ങനെയുള്ള നിസ്കാരക്കാർ, അലാ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തിന്റെ മേൽ ദായിമൂന, നിലനിൽക്കുന്നവരാണ്. അതായത് സലാം വീട്ടിയാലും സലാം വീട്ടില്ല. സലാം വീട്ടിയാലും അവർ ആരിലായിരിക്കും? നിസ്കാരത്തിലായിരിക്കും, ഒരു അല്ലാഹുവിലായിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും ദിക്ർ മാത്രമാണ് അവർക്ക്. സലാം വീട്ടലല്ല. സലാം വീട്ടറ അള്ളാഹുവിന്റെ മുവാജഹത്തിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള അഭിമുഖീകരണത്തിൽ നിന്ന് അവർ തല വലിക്കൂല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, അത് ശരിയായി. പക്ഷെ എന്ത് കഴിഞ്ഞിട്ടില്ല? മുനാജാത്ത് കഴിഞ്ഞിട്ടില്ല. അവർ സദാസമയം ആരെ മുന്നിലാണ്? അള്ളാഹിന്റെ മുന്നിലാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു ഇന്നൽ ഇൻസാന 19 മുതൽ ആയത്ത് മറക്കാതെ തലേ കയറ്റണം. ആ വെപ്രാളാണ് കഴിയണം, ഒഴിവാകണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. 15 മുതൽ 19 മുതൽ എത്രമത്തെ? 19 ദായിമൂൻ അടക്കം 19. ഒന്നും കൂടി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. മഅരിജ് 19 മുതൽ 23 അടക്കം മൺപാടായി ഒറ്റോട്ടം കൊണ്ടുപോകും. ഇത് ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. അവൻ മറ്റുള്ളവരെ നിസ്കാരം യഥാർത്ഥത്തിൽ നിസ്കാരം അല്ല. നമ്മൾ പരിശോധിക്കണം. നമ്മൾ നിസ്കാരത്തിനേക്കാൾ മുമ്പ് വേണ്ടി തവക്കുല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം തവക്കലൂൻ.
അല വഖ്തിഹിം യുസല്ലൂൻ അല്ല അല റബ്ബിഹിം യതവക്കൽ. നിസ്കാരത്തിൽ ഖള വരും, തവക്കുലിൽ ഖളല്ല. തവക്കുലിൽ ഖള ഉണ്ടാവില്ല. നിസ്കാരത്തിൽ ഖള വന്നേക്കാം, വന്നേക്കാം. തവക്കുലിൽ ഖള ഉണ്ടാവില്ല. തവക്കുൽ അവൻ കക്കൂസിന്റെ കുഴിയിൽ ഇറങ്ങിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. കക്കൂസിന്റെ കുഴിയിൽ ഇറക്കിയെത്തി ശത്രുക്കൾ വന്ന് അവനെ കൂട്ടി കെട്ടിക്കൊണ്ട് കക്കൂസിന്റെ കുഴിയിലിട്ടു, നിസ്കരിക്കാൻ പറ്റൂ? വേറെ എന്ത് പറ്റും? തവക്കുൽ. എന്താ തവക്കുൽ? എന്റെ റബ്ബിനെ രക്ഷപ്പെട്ടു, അതിൽ പോയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക് എവിടെയും തവക്കുലിനെ കളല്ല. നിസ്കാരത്തിൽ കളണ്ട്, തവക്കുൽ കളല്ല. ഒന്നുകൂടെ. അപ്പൊ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഈ വെപ്രാളം എടുത്തത് ഒഴിവാക്കണം. ഒരു പേടി പേടിക്കണ്ട, പേടിക്കന്നെ വേണ്ട. മനസ്സിലാണ്ട് പറഞ്ഞത്? മാർക്കറ്റിൽ 5 or 8 ആളേ ഉള്ളൂ. മാർക്കറ്റിൽ ഒരു 25 കച്ചവടം ഉണ്ട്, ഒരു 5 or 8 ആളുണ്ട് മാർക്കറ്റിൽ ആകെ. നമ്മൾ ചെറിയ കുട്ടി, നമ്മളാകെ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി, ബാപ്പ ചന്തക്ക് പോയി. അവിടെയുള്ള ഓരോ സാധനങ്ങളെയും ആളുകളെയും ഇങ്ങനെ തിരിച്ച് ഒറ്റ നോട്ടത്തിൽ കാണും. ഈ റൗണ്ടിൽ ഇങ്ങനെ ഇത്രയും സാധനം വാങ്ങാനുള്ളൂ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. ബാപ്പാക്ക് ആ കുട്ടിക്കാട്ട് ഉറപ്പുണ്ട്, ഇന്നെ കൂടാതെ ബാപ്പ പോവില്ല. ഒരു 10 or 1000 ആളിൽ ബാപ്പാനെ നഷ്ടപ്പെടും, അപ്പേടിയില്ല. ഈ കുട്ടിക്ക് ഇനി ഒരു കടയിലെ കൗതുകം കണ്ടു നിൽക്കുന്നതിന് ബേജാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ബാപ്പ എവിടെ ഉണ്ടാവും? ബാപ്പ എന്നെ കാണാതെ അപ്പൊ ഒന്ന് തിരിഞ്ഞാൽ ഞാൻ കാണും, ഞാൻ തിരിഞ്ഞ ബാപ്പനെ കാണും. ചിന്തിക്ക്. ഞാനൊന്ന് തിരിഞ്ഞാൽ ബാപ്പാനെ കാണും, ബാപ്പയൊന്ന് തിരിഞ്ഞാൽ എന്നെ കാണും. മൽ ഇഹ്സാൻ എന്ന ഹബീബായ നബിയോട് ജിബ്രീൽ ചോദിച്ചു, എന്താണ് ഇഹ്സാൻ? എന്താണ് യഥാർത്ഥ നന്മ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? പറ, എന്റെ കൂടെ ഉണ്ടോ? ഒരിക്കൽ ഒരാൾ മദീനയിൽ വന്നു. ഖലീൽ ശദീദു സവാദി ശഅരി, മുടിയുടെ കറുപ്പ് വളരെ ശക്തം. ഓ ശദീദു ബയാദിൽ സൗബി, വസ്ത്രത്തിന്റെ വെണ്മയും നിറഞ്ഞത്. വലാകിന്നഹു ലൈസ ബിമദനിയിൻ, പക്ഷേ മദീനക്കാരനല്ലതാണ്. വലം യുറ ഫീഹി അസറു സഫരി, യാത്രയിലെ ലക്ഷണങ്ങൾ കാണാനും ഇല്ല. കഅന്നഹു തലഅ, അയാൾ ഇപ്പൊ പൊട്ടി വിടർന്നത് പോലെ ഉണ്ട് അയാൾ. എന്നാൽ ആരല്ല അയാൾ? മദീനക്കാരനല്ല. വലം യുറ ഫീഹി അസറു സഫരി, എന്നാൽ മദീനക്കാരനല്ല എന്ന് വിചാരിച്ചിട്ട് അല്ല. എന്നാ പിന്നെ യാത്രയിലെ ലക്ഷണം കണ്ടേ? അതും ഇല്ല. ഞങ്ങൾ ഇയാളെ അറിയുകയുമില്ല. അയാൾ നേരെ പൊട്ടി വിടർന്നത് പോലെ വന്ന് ഹബീബായ നബിയുടെ അടുക്കിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കാൽമുട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിലേക്ക് ചേർത്ത് മൽ ഇസ്ലാം എന്ന് ചോദിച്ചു. അപ്പോൾ ഇസ്ലാമിന്റെ 5 കാര്യം പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അയാൾ വമൽ ഈമാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഈമാന്റെ 6 കാര്യം ഹബീബായ നബി വിശദീകരിച്ചു. അപ്പോഴെല്ലാം അയാൾ സ്വതക്കത്ത പറഞ്ഞ ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആശ്ചര്യം തോന്നി, ഇയാൾ പഠിക്കാൻ വന്നതല്ല. എന്നാൽ മുമ്പെന്നോ നബിയുടെ ഒരു അനുയായിയോ ശിഷ്യനോ ആയ രൂപത്തിൽ ഇയാളെ ഞങ്ങൾ കണ്ടിട്ടും ഇല്ല. എന്നാ മദീനക്കാരനാണോ? അല്ല. എന്നാ യാത്രക്കാരനാണോ? അതുമല്ല. ഞങ്ങൾക്ക് ആകെ ഹറാനിയത്തെ അയാള്. പിന്നെ അയാൾ ചോദിച്ചു മൽ ഇഹ്സാൻ, യഥാർത്ഥത്തിൽ നന്മ എന്നാൽ എന്താണ്? കാല. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഇത് മറക്കരുത്, ഇത് മറക്കരുത്, ഇത് മറക്കരുത്, ഇത് മറക്കരുത്, ഇത് മറക്ക ചെയ്യരുത്. 3 ചോദ്യം ചോദിച്ചു. 4ാമത്തെ ഖിയാമത്ത് നാളിന്റെ അടയാളം ചോദിച്ചു, പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, തദ്റൂന മൻ ഹുവ, ഈ വന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയാം. അല്ലാഹു റസൂലുഹു അലൈഹി ദാക ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും. അത് ജിബ്രീലായിരുന്നു. ആ വന്ന ആൾ ആരാ? സയ്യിദുനാ ജിബ്രീൽ. അതാകും യുഅല്ലിമുകും ദീനകും, എങ്ങനെയാണ് ദീന്, എന്തൊക്കെയാണ് ദീൻ എന്ന് പഠിക്കാൻ വേണ്ടിയും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഭൂമിയിലേക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ചില സദസ്സിലിരുന്ന ഒരാൾ നബിയോട് ചോദിച്ചു, നബി എന്റെ വാപ്പയാരാ? നബിക്കെല്ലാം അറിയാലോ. അപ്പൊ വേറെ ആൾ ചോദിച്ചു, നബി എന്റെ വാപ്പയാരാ? അപ്പൊ വേറെ ആൾ എന്റെ വാപ്പയാരാ? അപ്പൊ റസൂൽ പറഞ്ഞു, അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. ചില വാപ്പയാരാന്ന് പറഞ്ഞാൽ ചിലർ മുഖം താഴ്ത്തും. എന്തുകൊണ്ട്? അമ്മ പറഞ്ഞു കൊടുത്ത വാപ്പയല്ല. നബി കൃത്യാന്ന് പറയാം. ഏതോ ജാഹിലിയ കാലത്ത് ഉമ്മക്ക് വെച്ചിട്ടുണ്ടാവും, മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ വാപ്പയാരാന്ന് എന്നോട് ചോദിക്കരുത്. അപ്പൊ ചോദ്യങ്ങളെ കൃത്യപ്പെടുത്തി ദീനിനെ കൃത്യപ്പെടുത്താണ്. അപ്പൊ എന്തിനാ അവിടെ ജിബ്രീൽ വന്നത് അലൈഹിസ്സലാം?
എന്താണ് ദീനിൽ അറിയേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പുണ്യ റസൂൽ. ജിബ്രീൽ അതാകും യുഅല്ലിമകും ദീനകും. നിങ്ങളുടെ ദീൻ എങ്ങനെയാണ്, എന്താണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കേണ്ട വിഷയങ്ങൾ എന്താണ്, ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടതൊക്കെ ചോദിക്കരുത്. ചോദിച്ചാലെല്ലാം നബി പറയും. കാരണം നബിക്ക് അത് അറിയും. അല്ലാഹു വഹി അറിയിച്ചു കൊടുത്ത ആളാണ് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കൂടി ചോദിക്കരുത്. അത് ചോദിക്കുന്ന നിങ്ങൾക്ക് ഗുണമല്ല. അപ്പോൾ അങ്ങനെ 4 ചോദ്യം ചോദിച്ചു. ഇസ്ലാം എന്ത്, ഈമാൻ എന്ത്, ഇഹ്സാൻ എന്ത്, ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ത്. ഖിയാമത്ത് നാൾ എന്നാണ് അത് നിങ്ങൾ ഞാനൊക്കെ കണക്ക് തന്നെയാണ് അതിന്റെ വിവരത്തിൽ. എന്നാ പിന്നെ അടയാളം 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. 5ാമത്തെ ചോദ്യത്തിന് അടയാളം പറഞ്ഞു പോവും ചെയ്തു. ഇതിൽ 3ാമത്തെ ചോദ്യമാണ് എന്ത്, ഇഹ്സാൻ. അപ്പൊ 1ാമത്തെ ചോദ്യം ഇസ്ലാം, 2ാമത്തെ ചോദ്യം, 3ാമത്തെ ഇഹ്സാനാണ്. ബുഖാരി മുസ്ലിം എല്ലാവരും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥ നന്മ എന്നാൽ എന്ത്? അപ്പൊ റസൂൽ പറഞ്ഞ മറുപടി, ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു യഥാർത്ഥ നന്മ എന്നാൽ എന്താണ്? എന്താ റസൂലുള്ളാഹിന്റെ മറുപടി? അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇതന്നെ നന്മ. നീ അല്ലാഹുവിനെ കാണുന്നുള്ളത് പോലെ ആരാധിക്കുക. ഞാൻ അപ്പോൾ പറഞ്ഞു നേരത്തെ, ബാപ്പി മകനും ചന്തക്കുയി. ഒന്ന് തിരിഞ്ഞാൽ കുട്ടി എവിടെ നിന്നാലെന്താ, ഒന്ന് തിരിഞ്ഞാൽ ബാപ്പാനെ കാണും, ബാപ്പ ഒന്ന് തിരിഞ്ഞാൽ കുട്ടിനെ കാണും. ആ കുട്ടിക്ക് വല്ല വിഷമമുണ്ടോ? പറ. ആ കുട്ടിക്ക് വല്ല വിഷമം. ഞാൻ എന്താവുക, എന്റെ വാപ്പിട്ട് പോയാൽ ഞാൻ എങ്ങനെ പരിയിലെത്തുക, ഞാൻ എങ്ങനെ ഉമ്മാന്റെ ഒപ്പം കിടന്നുറങ്ങുക, എനിക്ക് എങ്ങനെ ഇന്ന് രാത്രി ഭക്ഷണം കിട്ടുക, എനിക്ക് എങ്ങനെ ഇന്ന് ഉച്ചക്ക് വല്ലതും കിട്ടും, പേടി കുട്ടിക്കുണ്ടോ? എന്തുകൊണ്ട്? കുട്ടിയുടെ കണ്ണോട്ടപ്പുറത്ത് ആരുണ്ട്. ആ കുട്ടി ഇപ്പൊ വാപ്പാനെ കാണുന്നില്ല. ഇപ്പോൾ കുട്ടി നിൽക്കുന്നത് എന്തിനഭിമുഖീകരിച്ചിട്ടാണ്? പീഡിയക്ക്. ബാപ്പ അവിടെ എവിടെയാണ്. മനസ്സിൽ ആ ഒരു മനസ്സുണ്ടല്ലോ. ഇപ്പൊ കുട്ടിയുടെ കണ്ണിൽ ആരില്ല, പാപ്പല്ല, പാപ്പല്ല. പക്ഷെ അതേ സമയത്ത് കുട്ടിക്കൊരു ഉറപ്പുണ്ട്. എന്ത്? ഒന്ന് തിരിഞ്ഞാൽ ആരുണ്ട് അവിടെ? ഇത്തഖില്ല, ഇത്തഖില്ല. ഇബ്നു അബ്ബാസ് തന്റെ എളാപ്പാന്റെ മകൻ ഇബ്നു അബ്ബാസിനെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇത്തഖില്ല, പടച്ചോനെ പേടിച്ചോ, പേടിച്ചോ അബ്ദുല്ലാ. ഇബ്നു അബ്ബാസിനെ ഹബീബാ നബി പറഞ്ഞു കൊടുത്ത മറക്കരുത്, മറക്കരുത്, വലിയ ഇൽമ. ഇതിന്റെ ഒരു ബാക്കി, ഇതൊന്നും മറക്കരുത്, നീ പറഞ്ഞൊന്നും മറക്കരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ വെപ്രാളത്തിന് കാരണം? ഈമാനില്ല. ഈമാൻ എന്ന് പറഞ്ഞ മദ്രസയിൽ പരീക്ഷ എഴുതി എടുക്കണതല്ല, അത് അക്കാദമിക്കൽ വിദ്യാഭ്യാസമാണ്. അതിമ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ഈമാന്റെ സർട്ടിഫിക്കറ്റ് അതിന് കിട്ടൂല. ഈമാന്റെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ മദ്രസയിൽ പോകാത്തനും കിട്ടും. മനസ്സിലായില്ലേ? ആ സർട്ടിഫിക്കറ്റ് അള്ളാഹിന്റെ കോടതിയിൽ നിന്ന് കിട്ടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ പറഞ്ഞ്? കാണുന്നത് പോലെ ഒരു ഉറപ്പുണ്ടാകും. ഞാൻ പടച്ചോനെ കാണുന്നുണ്ട്. പിന്നെ അബ്ബാസ് ബാക്കി അർത്ഥം പറഞ്ഞേരട്ടാ. ഇതിന് മുമ്പ് ഇതൊന്നും കൂടി പറയും. ഫഇല്ലം തകുൻ തറാഹു, സ്റ്റിൽ നീ ഇപ്പോൾ റബ്ബിനെ കാണുന്നു ഇല്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ എന്നെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് കണ്ട വായിക്കുന്നില്ല. ബാപ്പാന്റെ സാധനം വാങ്ങി കഴിഞ്ഞു. ബാപ്പ അപ്പുറത്തെ ലാസ്റ്റ് പീഡിയക്കാരൻ്റെ അവിടെ ബാപ്പ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ബാപ്പാക്ക് അയാൾ സ്റ്റൂൾ അവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ ആ സ്റ്റൂൾ ഇട്ടിരിക്കുക ബാപ്പ. അതിൻ്റെ ഇടയ്ക്ക് ടോയ്സും മറ്റുമൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട്. കുട്ടി അതിലൊക്കെ ഇങ്ങനെ നടക്കുക. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ബാപ്പാന്റെ കണ്ണിന്ന് ആരും മറിഞ്ഞിട്ടില്ല. കുട്ടിയുടെ കണ്ണിൽ ബാപ്പല്ലെങ്കിലും ബാപ്പാന്റെ കണ്ണിൽ കുട്ടി ഉണ്ടല്ലോ. നിന്റെ കണ്ണിൽ പടച്ചോനെ കണ്ണില്ലെങ്കിലും പടച്ചോന്റെ കണ്ണിൽ നിന്നെ കണ്ടല്ലോ. പ്രളയത്തിൽ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറി. കപ്പലിനൊന്നും പറ്റില്ല. തജ്രീബി അയുനിനാ, എവിടെയാണ് ആയത്ത്? തജ്രീബി അയുനിനാ, എന്റെ കണ്ണിലൂടെയാണ് അത് നീന്തിയത്. തജ്രി, ആ കപ്പൽ ഒഴുകിയത് ബി അയുനിനാ, എന്റെ കണ്ണിലൂടെയാണ്. എന്റെ കണ്ണുകൂടെ നീന്തിയത്. ഏതാ ആയത്തിற்கு? فدعا ربه أني مغلوب فانتصر ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر
تجري بأعيننا تجري بأعيننا. قمر 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 ما شاء الله ما شاء الله. 10ാമത്തെ ആയത്ത് മുതൽ ഒന്നിന്റെ കൂടെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فدعا ربه أني مغلوب فانتصر ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر. നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബഹു, തന്റെ റബ്ബിനോട്, അന്നീ മഗ്ലൂബുൻ, ഞാൻ പരാജയപ്പെട്ടു, ഫന്തസിർ, നീ സഹായിക്കണം. 950 കൊല്ലം കഴിഞ്ഞു, ഞാൻ പരാജയപ്പെട്ടു, എന്റെ ദഅവത്ത് ഫലം കണ്ടിട്ടില്ല, നീ എന്നെ സഹായിക്കണമെന്ന് ദുആ ചെയ്തു. ആര്? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ഫഫതഹന, അപ്പോൾ നാം തുറന്നു, അബ്വാബസ്സമായി, മുകൾ ഭാഗത്തെ വാതിലുകളെ, ബിമാഇൻ മുൻഹമിരിൻ, കുത്തി ഒലിക്കുന്ന ജലധാരയെ കൊണ്ട്. യാ സുബ്ഹാന, എന്താ അവിടെ ഭാഷയുടെയൊക്കെ അലങ്കാരം, എന്താ അലങ്കാരം. അതായത് നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ നൂഹ് നബി ആരോട് പറഞ്ഞു? ഫഫതഹന, അപ്പോൾ നാം തുറന്നു, അബ്വാബസ്സമായി, മുകൾ ഭാഗത്തെ വാതിലുകളെ, ബിമാഇൻ മുൻഹമിരിൻ, കുത്തി ഒലിക്കുന്ന വെള്ളത്തെ കൊണ്ടാണ് തുറന്നു. വഫജ്ജർനൽ അർള, അള്ളാഹു പറഞ്ഞപ്പോൾ ഭൂമിയും തുറന്നു, ഭൂമി ഇങ്ങോട്ട് പൊട്ടി. മുകളിൽ നിന്ന് വെള്ളം വന്നപ്പോൾ താഴെ വെള്ളത്തിന് സ്പേസ് ഉണ്ടായില്ല, അടിയിൽ നിന്ന് ഭൂമിയും വെള്ളം പുറത്തേക്ക് ഇട്ടു. അങ്ങനെയാണെങ്കിൽ നൂഹ് നബിയെ സഹായിക്കണമല്ലോ എന്ന് ആരും തീരുമാനിച്ചു? ഭൂമി തീരുമാനിച്ചു. ആകാശത്തു നിന്നും വന്നു, ഭൂമിയിൽ നിന്നും വന്നു. ഫൽതഖൽ മാഉ, എല്ലാം വെള്ളമാണ് സമ്മേളിച്ചു. അല അംരിൻ ഖദ് ഖുദിറ, നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കാൻ. എന്താ അത് നിശ്ചയിക്കപ്പെട്ട കാര്യം? പ്രളയം. വഹമൽനാഹു, നൂഹിനെ നാം വഹിച്ചു, അല ദാത്തി അൽവാഹിൻ, കുറെ പലകകളുള്ള ഒരു സാധനത്തിന്റെ മേൽ, വദുസിനിൻ, കുറച്ച് ആണികളും, കുറച്ച് ആണിയും പലകയും കൂടി കൂട്ടി അടിച്ചിരുന്നു. അതിമേ കൂടി നൂഹിനോട് പോയിക്കോറുന്നു. അതായത് എന്തല്ലത്, കപ്പലല്ല, കപ്പല് ഉപരാശാരിയാണോ? ഇവിടെ ഇത്രയൊന്നും പറയണ്ടല്ലോ. അലാ സഫീനത്തിൻ, ഒരു കപ്പിൽ ഇറങ്ങപ്പോൾ അല്ലാഹു തആലാക്ക് ഇവിടെ എന്തൊക്കെ പറയുമ്പോ കൂട്ടിയേ. അലാ ദാത്തി അൽവാഹിൻ, കുറച്ച് പലകകൾ ഉടയത്. പിന്നെ ദിസ്ർ, ആണികള്, പട്ടകള്, ഇതിനൊക്കെ ദിസ്ർ എന്ന് പറയാം. മനസ്സിലായില്ല? അതെല്ലാം കൂടി കൂട്ടിയുള്ള ഒന്നിന്റെ മേല്. എന്ത് പറഞ്ഞില്ല? എന്തുകൊണ്ട്? കപ്പലെന്ന് ഇതിനെ പറയുകയാണെങ്കിൽ ഇനിയുള്ള കപ്പലിനൊക്കെ എന്ത് പറയും? മനസ്സിലായില്ല? ഇതിനിപ്പോ എന്ത് പറഞ്ഞൂടാ? കപ്പൽ എന്ന് പറയാനുള്ള സാങ്കേതിക തികവൊന്നും ഇതിന് ഇല്ല. നൂഹ് കപ്പലുണ്ടാക്കിയ ആളും അല്ല അലൈഹിസ്സലാം. സീന നൂഹ്, സീന നൂഹ് കപ്പലുണ്ടാക്കിയ ആളും അല്ല. പക്ഷെ ഈ പലക ആണിയൊക്കെ കൂട്ടി അടിച്ച ഒരു സാധനം, അതായത് കണ്ടതുപോലെ കുറച്ച് ആണിയും പലകയൊക്കെ അടിച്ചിട്ട് കയറ്റി ആട്ടുംകൂട് പോലെ ഉണ്ടാക്കി. ആര്? നൂഹ് നബി അലൈഹിസ്സലാം. അതായതാവും. മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ അമ്മ പറയും, പിന്നെ എൻ്റെ അമ്മ പറയും, പിന്നെ ഒരാളെ പേര് പറഞ്ഞുകൊണ്ട് പറയും, ആൾ മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഓനോ കോഴിക്കോട് ഉണ്ടാക്കിയത് പോയിരുന്നു. കോഴിക്കോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, പൂമോത്തിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു. കുറച്ച് ആണ് ഇതൊക്കെ കൊണ്ടുവന്ന് ഓൻ അവിടുന്ന് അടിച്ചുണ്ടാക്കി. കോഴിക്കോട് വെയിൽ കൊള്ളാതെ അടിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന്. അതായത് ചുരുക്കത്തിൽ പൂമോത്തിരുന്നിട്ട് അടിച്ചുണ്ടാക്കി കോഴിക്കോട്. അടിച്ചുണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ വാതിലേക്ക് കൂടി കൊള്ളൂല, പുറത്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയോണ്ട് അടിച്ചുണ്ടാക്കിയ സാങ്കേതിക തിമൊന്നതിനില്ല. ഇത് അലാ സഫീനത്തിൻ എന്ന് പറയുന്നതിന് പകരാണ് ഇവിടെ എന്ത് പറഞ്ഞത്? സഫീനത്ത് എന്ന് പറയാൻ മാത്രമല്ല, അലാ ദാത്തി അൽവാഹിൻ വദുസ്രിൻ, കുറച്ച് ആണിയും പലകയും കൂട്ടി അടിച്ചതിന്റെ മേലെ നൂഹിനെ വഹിച്ചു. പക്ഷേ നൂഹ് വെള്ളത്തിൽ മുങ്ങിയില്ല. എന്തുകൊണ്ട്? എന്റെ കൺതടത്തിലൂടെയാണ് നീങ്ങിയത്, എന്റെ മേൽനോട്ടത്തിലാണ്. അപ്പൊ ആ കപ്പലിന്റെ കൂടെ ആരുണ്ട്? എന്റെ നോട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് എന്ന് കളിച്ചൂടെ? മനസ്സിലായോ? ചിന്തിക്ക് നല്ല കൊടുത്ത് ചിന്തിക്ക്. പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല.
അതാ ഫഇല്ലം തകുൻ തറാ, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, നിന്നെ അല്ലാഹു. പിന്നെന്താ പഠിക്കണേ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതാണ് യൂനുസ്. കടലിലേക്ക് ചാടിക്കളാറും. അങ്ങനെ ചാടിയാ മരിച്ചാലോ? കടൽ ചാടിക്കാളാന്ന് പറഞ്ഞ ആളിനാണല്ലോ കടലിലെ റബ്ബ്. മത്സ്യം വിഴുങ്ങിയാലോ? മത്സ്യത്തിന് റബ്ബും യൂനുസിന് റബ്ബും ഒന്നായതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നിൻ്റെത് അവറാൻകുട്ടിയും ഒന്നിന്റെ അയമൂട്ടിയല്ല. മീനിന്റെ റബ്ബ് അയമൂട്ടിയും മത്സ്യത്തെ മൂപ്പര റബ്ബ് അലവിക്കുട്ടി ആണെങ്കിൽ പ്രശ്നമാണ്. ഇത് രണ്ടും ആരെന്നെയാണ്? ഒരാളാണ്. ചാടി. മനസ്സിലായില്ലേ? ചിന്തിക്ക് തന്നെ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് പറയാം, ഇത്തഖില്ലാഹ്, നീ പടച്ചോനെ നീ സൂക്ഷിച്ചോ. നീ എവിടെ തിരിഞ്ഞാലും അവിടെ റബ്ബിനെ നീ കാണും. നീ എവിടേക്ക് തിരിഞ്ഞാലും റബ്ബിനെ കാണും. നീ എവിടെ തിരിഞ്ഞാലും അവിടെ ആരുണ്ടാവും. നീ പടച്ചോനെ സൂക്ഷിച്ചോ, അപ്പൊ നീ എവിടെ തിരിഞ്ഞാലും ആരുണ്ടാവും. കേൾക്ക് എന്താ പറഞ്ഞേ? ഇത്തഖില്ലാഹ് തജിദുഹു തിജാഹക്. ബുഖാരി എടുത്ത് നോക്കുക, ആ ഹദീസ് മുഴുവൻ എടുത്തെഴുതണം. ഈമാന്റെ അസ്ല ഇത്തഖില്ലാഹ്, നീ പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്ക്. തജിദുഹു തിജാഹക്, നീ പടച്ചോനെ സൂക്ഷിച്ചാൽ നീ എവിടെ തിരിഞ്ഞാലും അവിടെ ആരുണ്ടാവും. അല്ലാഹുവിന്റെ പിന്നെന്താ പേടി? മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമ്മളെ കയ്യിൽ കിട്ടിയതിൽ നമുക്കൊരു സന്തോഷം, മറ്റേലോ നമുക്ക് വിഷമം. ഇനി കിട്ടുവോ? ഇത് മുമ്പിനുണ്ടാവില്ല, കിട്ടൂല. കിട്ടിയില്ലെങ്കിൽ എന്താ? 100 റുപ്യ കൊടുക്കാനില്ലാത്തവനോട്, എന്റെ കയ്യിൽ 100 റുപ്യ ഇല്ലാത്തതുകൊണ്ട് അവന്റെ കഫീൽ അവനോട് പറഞ്ഞു കൊല്ലം പോകണ്ട. ഓൻ പറയും ചെയ്തിട്ടുണ്ട്, പെണ്ണുങ്ങളെ കയ്യിൽ വരെ കൊടുക്കരുത്, ഞാൻ എൻ്റെ കയ്യിൽ തന്നാൽ മതി. ആയിക്കോട്ടെ. ഓൻ ഒരു കൊല്ലം വന്നില്ല. ഓൻ കഫീലിനോട് ചോദിച്ചു, 2 കൊല്ലത്തെ ഇക്കാമ കഴിഞ്ഞപ്പോൾ ഞാൻ പോട്ടെ. കഫീൽ നാളെ പറയാറ്. ആ രാത്രി മുമ്പർക്ക് ആലോചിച്ചിട്ട് തോന്നി, ഇല്ല അടുത്ത കൊല്ലം, കാരണം ബനിക്ക് കൊല്ലം 100 റുപ്യ കിട്ടൂല, അപ്പം ഇങ്ങോട്ട് വരുന്നില്ല. എന്ത് അങ്ങനെ കൂടെ ഒന്ന് പറയും മനുഷ്യന്മാരെ. ഇനി അതിൽ 100,000 നൂലാമാരുണ്ട്. 100,000 നൂലാമാരിൽ വേറെ ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒക്കെ ഉണ്ടാവും. ചിന്തിക്കണം. ഇതൊക്കെ ഒപ്പിക്കാൻ നമുക്ക് കഴിയില്ല, അള്ളാഹ്ക്ക് കഴിയും. 100 പവൻ അലമാരിലിട്ട് പൂട്ടി, എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് കട്ടിലിട്ട് കടന്നുറങ്ങണം ആള് മുതലാളി ദ്വാരക്കണത്, പടച്ചോനെ റബ്ബേ എൻ്റെ കയ്യിൽ 100 പവനാണ് പടച്ചോനെ, അത് പോകാൻ പാടില്ല, എൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി എടുത്തച്ചാണ്, പോകരുത് റബ്ബേ, അത് ഫാത്തിഹ എന്ന് പറഞ്ഞാണ്ടാണ് ഓനെ കടന്നുറങ്ങുന്നത്. കള്ളൻ ആ രാത്രി ഇറങ്ങുന്നുണ്ട്. മൂപ്പരും അൽ ഫാത്തിഹ. പടച്ചോനെ ഒരാഴ്ചയായിട്ട് 10ന്റെ പൈസ കിട്ടിയിട്ടില്ല റബ്ബേ, എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും തടഞ്ഞിട്ടില്ലെങ്കിൽ വീടിയക്കാരൻ്റെ കരിവേലൊക്കെ തേച്ചിട്ട് ടൗസർ ഇട്ട് ഇറങ്ങാണ്. കരിവേലിൻ്റെ പൈസ വരെ കടം വാങ്ങിയാണ്. സോപ്പ് വാങ്ങണമെങ്കിൽ വരെ ഒരാഴ്ചയായിട്ട് കരിവേല് തേച്ച് ഇറങ്ങിയിട്ട് സോപ്പിന് പൈസ വരെ വീടിയക്കാരൻ ചോദിച്ചിട്ട് സ്വൈരല്ല. അപ്പൊ ഇന്നെങ്കിലും ഒരു 10 റുപ്യ കിട്ടണേ പടച്ചോനെ എന്ന് പറഞ്ഞാൽ അൽഫാത്തിഹ ഓതിയിട്ടാണ് ആരിറങ്ങണത്. പറയട ചങ്ങായി, കള്ളം ഫാത്തിഹ ഓതി ഇറങ്ങാണ്, മറ്റേ ആൾ ഫാത്തിഹ ഓതി കടന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നടപ്പിലാക്കേണ്ടവൻ ആരാണ്? അതാണ് യഥാർത്ഥ അഭ്യാസം. അത് കഴിയുന്ന ഒരൊറ്റ ആളെ ഈ ലോകത്തുള്ളൂ. അതാരാ? അല്ലാഹു. അത് രണ്ടും നടക്കും. അതന്നെ, രണ്ടും നടത്താൻ കഴിയുന്ന ഒരാളുണ്ട് ഈ ലോകത്ത്. അവനാരാ? അല്ലാഹു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ക്ലാസ്സല്ലേ, ഞാൻ മക്കത്ത് ക്ലാസ് എടുക്കില്ലേ? അതെങ്ങനെ പോലെയറിയാം? അതറിയെങ്കിലോ ഞാൻ ബഗ്ദാദില് 40 കൊല്ലം വെള്ളറിയില്ലേ? ഞാൻ ബഗ്ദാദിലല്ലല്ലോ, ഞങ്ങളെപ്പോലത്തെ അന്തപ്പെട്ടവർക്കല്ലേ വെള്ളറിയണ. അപ്പൊ ആ അന്തല്ലേ എനിക്കുണ്ടാവുള്ളൂ. ചിന്തിക്കും. ആരോർപ്പിക്ക്? അല്ലാഹ്. ഒരു പേടിയും പേടിക്കണ്ട. ആരുണ്ട്? അല്ലാഹു റബ്ബാണ്. ഒരു പേടിയും പേടിക്കണ്ട. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ ഇൻഷാ അല്ലാഹ്. 270ാമത്തെ ക്ലാസ്. റബ്ബിനെ വിശ്വസിക്കുക. റബ്ബ് എവിടെ തിരിഞ്ഞാൽ റബ്ബുണ്ടാവും. എവിടെയും റബ്ബുണ്ടാവും. പേടിക്കണ്ട. ഇത്തഖില്ലാഹ്. ആരോട് പറഞ്ഞു? മുത്ത റസൂൽ ആരോട് പറഞ്ഞു? ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹുമാ, ഇത്തഖില്ലാഹ്, നീ പടച്ചവനെ സൂക്ഷിക്കണം മോനെ. തജിദുഹു തിജാഹക്. തജിദുഹു, അപ്പോൾ നീ റബ്ബിനെ കണ്ടെത്തും. തിജാഹക്, നീ എങ്ങോട്ട് തിരിഞ്ഞാലും, നീ എവിടെ പോയാലും അവിടെ ആരുണ്ടാവും? അവിടെ റബ്ബുണ്ടാവും. മൊയ്തു കീശേരിന്റെ ഒരു പുസ്തകത്തിലുണ്ട്, പോലീസുകാരെന്നെ
ഏതോ ഒരു നാട്ടിൽ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ രേഖയുമില്ല, വിട്ടുകൊണ്ടുവരാൻ ജാമ്യക്കാരുമില്ല, ആരുമില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ പഠിച്ചവനെ രക്ഷപ്പെട്ടു പോണേ ദ്വാ ചെയ്യും. ഒരു ദിവസം അയാൾ ഭക്ഷണം കഴിച്ചോ മറ്റോ ഇങ്ങനെ ഗേറ്റിൻ്റെ അതിലൂടെ വരുമ്പോൾ ഗേറ്റിന് പാറാമ നിൽക്കുന്ന പോലീസുകാരൻ പറഞ്ഞു, പോയിക്കോ, വേഗം വേഗിക്കോ. അയാൾ ഇറങ്ങി പോലും ചെയ്തു. എന്നിട്ട് ഇതൊക്കെ ശരി അവർ എഴുതുന്നുണ്ട്, എന്തിനാണ് അയാൾ എന്നെ വിട്ടതെന്ന് എനിക്കറിയില്ല, എന്തേ കാരണം അറിയില്ല. ഞാൻ അയാളോട് എന്നെ വിടണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നെ വിട്ടുകൊണ്ടുവരാൻ ആ നാട്ടിലൊരു വക്കീൽ വരൂല, കാരണം ഞാൻ നാട്ടുകാരനല്ല, ആ രാജ്യക്കാരനല്ല. പക്ഷെ റബ്ബിനോട് എന്നും പറയും, റബ്ബേ എനിക്ക് വിടുന്ന് കഴിച്ചില്ല. 150 റുപ്യ കൊണ്ട് തൻ്റെ 10, 15, 20 വയസ്സിൽ നാട് വിട്ടതാണ്. 40 ജില്ലാനം നാടുകളിലൂടെ ചുറ്റിക്കറങ്ങി നാട്ടിലേക്ക് തിരിച്ചെത്തി. ഒരു പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ല, വിസയില്ല, ഒന്നുമില്ല, ലോകാകെ ചുറ്റിക്കറങ്ങി. അമേരിക്കൻ എംബസിയിലെ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, അങ്ങനെ നല്ല ഓർമ്മ. ആ മനുഷ്യൻ അമേരിക്കൻ എംബസിയിൽ ഉദ്യോഗസ്ഥനായി. അക്കാരാ തക്കതീർ, ഊപ്പർവാലൊക്കെ തക്കതീർ, ഇതൊക്കെ ആരുടേതാ? എന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണത്. ഞാനെന്നും ഉള്ളതിനോട് ദ്വാരക്കും. ഒരു ദിവസം ഗേറ്റിൻ്റെ അതിലെ വരുമ്പോൾ പോലീസുകാരനോട് പറഞ്ഞു, പോയി കഴിഞ്ഞായി. ജയിലിൽ അടച്ച, ജയിലിൽ നിന്നാണ് അങ്ങനത്തെ സംഭവം ഉണ്ടാവും. ജയിലിൽ നിന്നാണ് ഞാൻ വായിച്ചത്, ജയിലിൽ നിന്നാണ്. അപ്പൊ ഇവിടെ എല്ലാരും ഇവിടെ മുഖത്തിറായ അയാൾ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു വക്ത് എനിക്ക് കളയായിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഒരു വക്ത് കളയില്ല, ദുനിയാവാകെ ചിറ്റിച്ച് ഒരു വക്ത് കളണ്ടായിട്ടില്ല. എല്ലാ കള്ളുടിമാരും കൂടി ജീവിച്ചതും ഒരു ഗ്ലാസ് കള്ളുടിച്ചില്ല, ഒരു സ്പൂൺ കള്ളുടിച്ചില്ല. അപ്പൊ ഇത്തക്കില്ല, പടച്ചോനെ പേടിച്ചോ. ജയിലിൽ പോയാൽ അവിടെ ആരുണ്ടാവും? അല്ലാഹു إلى حضرة المصطفى محمد صلى الله عليه وسلم. الفاتحة.